പുൽവാമയിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരജവാന്മാരുടെ ഓർമ്മകൾക്ക് 6 വയസ്സ്. 2019 ഫെബ്രുവരി 14-നാണ് രാജ്യത്തെയാകെ കണ്ണീരിലാഴ്ത്തി കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ CRPF വാഹനവ്യൂഹത്തിന് നേരെ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ചാവേർ ആക്രമണം നടത്തിയത്. ഫെബ്രുവരി 14 ഉച്ചകഴിഞ്ഞ് 3:15-ഓടെയാണ് ആക്രമണം നടന്നത്. 2547 CRPF ജവാന്മാർ 78 വാഹനങ്ങളിലായി ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോഴാണ് സംഭവം. പുൽവാമ ജില്ലയിലെ അവന്തിപുരിക്കടുത്ത ദേശീയപാതയിൽ വെച്ചായിരുന്നു സംഭവം. 100 കിലോഗ്രാം സ്ഫോടന വസ്തുക്കൾ നിറച്ച വാഹനം CRPF ജവാന്മാർ സഞ്ചരിച്ച വാഹനവ്യൂഹത്തിന് നേരെ ഇടിച്ചു കയറ്റുകയായിരുന്നു. ആക്രമണത്തിൽ 76 ബറ്റാലിയനിലെ 40 CRPF ഉദ്യോഗസ്ഥരാണ് വീരമൃത്യു വരിച്ചത്. നിരവധി ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ രാജ്യം തളർന്നില്ല. 40 ജവാന്മാരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം 12-ാം ദിനമാണ് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ബാലാകോട്ടിലുള്ള വൻ ഭീകര പരിശീലന കേന്ദ്രം ഇന്ത്യ മിന്നലാക്രമണത്തിൽ തകർത്തത്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോൾ ദേശീയപാതയിൽ പുൽവാമ ജില്ലയിലെ അവന്തിപുരയ്ക്കടുത്ത സമീപത്തായിരുന്നു ആക്രമണം. ചാവേർ ഓടിച്ച കാറിൽ 100 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. ഉഗ്രസ്ഫോടനത്തിൽ കാറും ബസും തിരിച്ചറിയാനാകാത്ത വിധം തകർന്നു. മൃതദേഹങ്ങൾ 100 മീറ്റർ ചുറ്റുവട്ടത്ത് ചിതറിത്തെറിച്ചു. പിന്നാലെ എത്തിയ ബസ്സുകൾക്കും സ്ഫോടനത്തിൽ കേടുപറ്റി. പൂർണ്ണമായും തകർന്ന 76-ാം ബറ്റാലിയന്റെ ബസ്സിൽ 40 പേരാണ് ഉണ്ടായിരുന്നത്. വാഹനവ്യൂഹത്തിന് നേരെ വെടിവെപ്പുമുണ്ടായി. പുൽവാമ കാഗപ്പോറ സ്വദേശി ആദിൽ അഹമ്മദായിരുന്നു ചാവേർ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദ് ചാവേറിന്റെ വീഡിയോ പുറത്തുവിട്ടു. ആക്രമണത്തിന് തൊട്ടു മുൻപ് ചിത്രീകരിച്ച വീഡിയോയിൽ AK-47 റൈഫിളുമായാണ് ചാവേർ നിൽക്കുന്നത്. പുൽവാമയിലെ ഭീകരാക്രമണം ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ പാകിസ്ഥാനെതിരെ രോഷാകുലരാക്കിയത് സ്വാഭാവികം മാത്രം. ഇതിനു മുൻപും പലതവണ നടന്ന ഇത്തരം ഹീന സംഭവങ്ങളുടെ എല്ലാം ഓർമ്മകളും അതോടൊപ്പം ചേർന്നു. പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന മുറവിളിയാണ് ഇതിനെ തുടർന്ന് ഉയർന്നുകൊണ്ടിരുന്നത്. ആക്രമണം കഴിഞ്ഞ 6 ദിവസത്തിന് ശേഷമാണ് കാശ്മീർ പോലീസിൽ നിന്നും അന്വേഷണം NIA ഏറ്റെടുക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് NIAക്ക് കൈമാറിയത്. 14-ന് ആക്രമണമുണ്ടായതിനു പിന്നാലെ സ്ഥലത്തെത്തിയ 10-അംഗ NIA സംഘം തെളിവുകൾ ശേഖരിക്കുന്നു. പിന്നാലെ പുൽവാമയ്ക്ക് സമീപം ലത്പൊരയിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ പ്രദേശത്തും തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് കേസ് ഏറ്റെടുക്കാൻ NIA തീരുമാനിച്ചത്. ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു, ആക്രമണത്തിന് മുൻപ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ തയ്യാറെടുപ്പുകൾ, പാകിസ്ഥാന്റെ പങ്ക്, ഭീകരർക്ക് പ്രദേശവാസികളിൽ നിന്നും ലഭിച്ച പിന്തുണ, ഇന്റലിജൻസ് വീഴ്ച എന്നിവയാണ് മുഖ്യമായും NIA അന്വേഷിച്ചത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഏകോപനം നിർവഹിച്ചത് 23-കാരനും ഇലക്ട്രീഷ്യനുമായ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മുദസ്സിർ അഹമ്മദ് ഖാൻ ആണെന്ന് വ്യക്തമായി. ഇയാളെ പിന്നീട് ഏറ്റുമുട്ടലിൽ വധിച്ചു. ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനവും സ്ഫോടക വസ്തുക്കളും കൈമാറിയത് ഇയാളാണ്. ഭീകര സംഘടന അംഗമായ സജ്ജാദ് ഭട്ട് എന്നയാളാണ് സംഭവം നടന്ന ഫെബ്രുവരി 14-ന് 10 ദിവസം മുൻപ് വാഹനം വാങ്ങി കൈമാറിയത്. പുൽവാമ ജില്ലയിലെ ത്രാൽ സ്വദേശിയായ മുഹസിർ അഹമ്മദ് ഖാൻ 2017 മുതൽ ഭീകര സംഘടനയോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നു. 2018 ജനുവരിയിൽ വീട് വിട്ട് ഇറങ്ങുകയും ചെയ്തു. ലത്പൊറ CRPF ക്യാമ്പ് ആക്രമണത്തിലും ഫെബ്രുവരിയിലെ സഞ്ച്വാൻ സൈനിക ക്യാമ്പ് ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ട്. സ്ഫോടനത്തിൽ ചാവേറുമായി ഇയാൾ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു. 1998-ൽ സ്ഥാപിച്ച ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭീകര സംഘമാണിത്. പഞ്ചാബിലെ ബഹാവൽപുരാണ് ആസ്ഥാനം. 2017 നവംബറിൽ പുൽവാമയിൽ മസൂദ് അഹ്സറിന്റെ അനന്തരവൻ റഷീദ് മസൂദ് CRPFുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. ജെയ്ഷെ തലവൻ മസൂദ് അക്സർ ഇതിന് പകരം വീട്ടുമെന്ന് അന്ന് പ്രഖ്യാപിച്ചു. 2018 ഒക്ടോബർ 31-ന് അക്സറിന്റെ രണ്ടാമത്തെ അനന്തരവൻ ഉസ്മാൻ തൽഹ റഷീദിനെയും CRPF വധിച്ചു. പകരം വീട്ടുമെന്ന് അയാൾ അന്നും പ്രഖ്യാപിച്ചു. അക്സർ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ വാർഷിക ദിനമായ ഫെബ്രുവരി 9-ന് തീവ്രവാദികൾ ആക്രമണം നടത്തുമെന്ന രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഒരാഴ്ച വൈകിയാണ് ആക്രമണം ഉണ്ടായതെന്ന് മാത്രം. ഓരോ ഇന്ത്യൻ പൗരനും ഇതിന് പകരം ചോദിക്കാൻ ഒറ്റക്കെട്ടായി നിന്നു. തുടർന്നാണ് ഫെബ്രുവരി 26-ന് ഇന്ത്യ ബാലക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയത്. ജെയ്ഷെ മുഹമ്മദിന്റെ നിരവധി ക്യാമ്പുകളാണ് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ തകർന്നത്. ഒട്ടേറെ ഭീകരരെയും സേന വധിച്ചിരുന്നു. ഉപഗ്രഹ സഹായത്തോടുകൂടിയാണ് ബോംബുകൾ വർഷിച്ചത്. സാറ്റലൈറ്റ് ഗൈഡഡ് ബോംബുകളായ സ്പൈസസ് മിറാഷ് 2000 യുദ്ധവിമാനത്തിൽ നിന്നുമാണ് ഇവ തൊടുത്തുവിട്ടത്.